ഈ ഒരു ഐറ്റം ഉണ്ടല്ല, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അതല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചോ, അതല്ലെങ്കിൽ ഷെയർ ചെയ്ത് വെച്ചോ. ഈ ഒരു ഉരുള മതി കേട്ടാ നമുക്കൊരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ പറ്റൂ. അത്രക്ക് ടേസ്റ്റ് ആണ് കേട്ടാ. ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ഇതിന്റെ അഡിക്റ്റ് ആയി പോയട്ടാ. ഇതൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ചോറ് കഴിച്ചാലുണ്ടല്ലോ ഗൈസ്, ഒന്നും പറയാനില്ല. എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ഇതിന് വേണ്ടത് വഴുതന കേട്ടാ. ഈ വഴുതന എന്നൊന്നും നിങ്ങൾ പറയണ്ട, ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പറയട്ടാ. ഫസ്റ്റ് തന്നെ 2 സ്പൂൺ മുളക് പൊടി വേണം, പിന്നെ ഒരു പേരിന് കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വഴുതന ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടാ. ഇതേപോലെ മിക്സ് ചെയ്തിട്ട് എന്റെ കുക്കിംഗ് പരീക്ഷണത്തിന് വേണ്ടിട്ട് ഉമ്മ മാറ്റി വെച്ച ആ പാത്രമില്ല, നിങ്ങൾക്ക് അറിയായിരിക്കൂലേ, ആ പാത്രത്തിലേക്ക് നമ്മൾ വഴുതന ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടാ. അധികം കരിയാൻ നിൽക്കണ്ട, ഈ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടണം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ട് എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 11 വെളുത്തുള്ളി ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടാ. പിന്നെ 4 വറ്റൽമുളകും ഇതേപോലെ ഇട്ട് കൊടുക്കുക ഫ്രൈ ചെയ്തിട്ട്. പിന്നെ ഒരു സവാള കട്ട് ചെയ്തിട്ട് സ്ലൈസ് ആയിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക. കഴിഞ്ഞട്ടാ, ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് നല്ലൊരു ചട്ടുക എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടാ. ഈ ടൈമിൽ അത് നിങ്ങളെ ശത്രു എന്ന് വെച്ചാൽ ബാഗ് അത് ഉടച്ചു കൊടുക്കാൻ പറ്റൂട്ടാ. എന്നിട്ടുണ്ടല്ല ഈ ഒരു ഉരുളെടുത്തിട്ട് നിങ്ങൾ ചോറിച്ചൊക്കെ ഗൈസ്, വേറെ ഒന്നും വേണ്ടട്ടാ. അത്രയും ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായിട്ട് വീഡിയോ സേവ് ചെയ്തോ ഷെയർ ചെയ്തോ പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കിയിട്ട് ഒരുപാട് ചോറിച്ചോട്ടാ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.